കൊയ്ത് ഇട്ടിട്ട് ആരുമില്ല എന്നെ സഹായിക്കാൻ. ഞാൻ തന്നെയാണ് കൊയ്തിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഇതേവരെ ആരും വന്നില്ല, നോക്കാനും എടുക്കാനും ഒന്നും ആരും വന്നില്ല. ഒരേക്കർ പാടശേഖരത്തിൽ നിന്നും വിളയിച്ച് കൊയ്തെടുത്ത നെല്ല് വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് രത്നമ്മേനെ പോലെയുള്ള കർഷകർ. 5000 കിൻഡലിന് മുകളിൽ നെല്ലാണ് നിലവിൽ മൊത്തം പാടശേഖരത്തിൽ നിന്നും കൊയ്തിട്ടിരിക്കുന്നത്. മില്ല് നടത്തുന്നവർക്ക് 1 കിൻഡൽ നെല്ലിന് 8 കിലോ നെല്ല് കിഴിവ് നൽകണം. എന്നാൽ മാത്രമേ നെല്ലെടുക്കാൻ തയ്യാറാവുകയുള്ളൂ. ആ കിഴിവ് കൊടുത്ത് ഇവിടുന്ന് കർഷകർക്ക് മുന്നോട്ട് പോകാൻ വലിയ പാടാണ്. അതുപോലുള്ള ചിലവ് വരുന്നുണ്ട് ഇപ്പം 1 ഏക്കർ കൃഷി ചെയ്യുന്നതിന്. അതുകൊണ്ട് അത്രയും കൊടുത്തു പോകുന്ന വലിയ ഭാരിച്ച ബുദ്ധിമുട്ടാണ് കർഷകർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറ്റി കളക്ടർ നേരിട്ട് ഇടപെട്ട് ഈ നെല്ല് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് കയറിപ്പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണം. കൊയ്ത് ശേഖരിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ഇനി ഏക്കർ കണക്കിന് നെല്ലാണ് വിളഞ്ഞു നിൽക്കുന്നത്. നെല്ല് ഒന്നാന്തരം നെല്ല, ഇതിൽ നല്ല നെല്ലായിരിക്കും. കിഴക്ക് ഇപ്പം കൊയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നെല്ലിൻ്റെ സാമ്പിൾ കൊടുക്കാതെയാണ് ഇവർ ഈ നെല്ല് കാണിച്ചിട്ട് പോയിരിക്കുന്നത്. ഈ നെല്ല് കാണിച്ച് ഇതിനെക്കാട്ടി നല്ല നെല്ലാണ് ആ കൊയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കർഷകൻ ഒരു 5 കിലോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 കിലോയോ 3 കിലോയിലോ നിൽക്കും. അതിപ്പോൾ ഇവർ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കും. അവരെ വിളിച്ചിട്ട് അവർ വരത്തില്ല. അവർ ഇതെല്ലാം റെഡിയായി പോയെന്നാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ കർഷകർ എന്ത് ചെയ്യും? കിഴിവ് കൊടുക്കുന്നത് കൂടാണ്ട് നെല്ല് കൊണ്ടുപോകുന്നതിന് ഇറക്കുകൂലിയും കയറ്റുകൂലിയുമെല്ലാം കർഷകൻ തന്നെ വഹിക്കേണ്ട അവസ്ഥയാണ്. ഇതുവരെ നെല്ലുകാർ വന്നില്ല. ഇത് വന്ന് നോക്കുകയോ എടുക്കുകയോ ചെയ്യാൻ വന്നിട്ട് ഒരു മില്ലുകാർ വന്നിട്ട് അവർക്ക് 8 കിലോ വേണമെന്ന് പറയുന്നത്. ഒരു വാശിയെന്ന് പറയുമ്പോൾ 100 കിലോ കൊടുക്കേണ്ട സാധനത്തിൽ ഞങ്ങൾ 108 കിലോ കൊടുക്കണം. ആ 8 കിലോയുടെ ഈ കയറ്റുകൂലി ഇറക്കുകൂലി ഇതെല്ലാം ഞങ്ങൾ തന്നെ കൊടുക്കേണ്ടി വരുന്നു. ഇതെല്ലാം കൂടെ ഞങ്ങളുടെ അടുക്കൽ അടിച്ചേൽപ്പിക്കുകയാണ്. മുമ്പ് സർക്കാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇപ്പോൾ ലഭിക്കുന്നില്ലെന്നും ഇവർക്ക് പരാതിയുണ്ട്. എത്രയും വേഗം പരിഹാരം കണ്ടില്ലെങ്കിൽ കൂട്ടത്തകർച്ചയിലേക്ക് പോകുന്ന നെൽകർഷകരെ നമുക്ക് കാണേണ്ടി വരും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.